Next topic, significance of difference between sample SD and population SD. അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ അതിൻ്റെ നൾ ഹൈപ്പോത്തിസിസ് ആണ് സെറ്റ് ചെയ്യുന്നത്. Null hypothesis set എന്ന് വെച്ച് കഴിഞ്ഞാൽ there is no significant difference between sample SD and population SD. ക്വസ്റ്റ്യനിൽ കാരണം നമുക്ക് പറഞ്ഞിരിക്കുന്നത് സാമ്പിൾ എസ് ഡിയും പോപ്പുലേഷൻ എസ് ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി അതിൻ്റെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് there is no significant difference between sample SD and population SD എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, സിഗ്മ ഈക്വൽ ടു സിഗ്മ 0, അതായത് പോപ്പുലേഷൻ എസ് ഡി ഈക്വൽ ടു ഗിവൺ വാല്യൂ ഓഫ് പോപ്പുലേഷൻ എസ് ഡി, അതായത് ക്വസ്റ്റ്യനിൽ തന്നേക്കണ വാല്യൂ ആയിരിക്കും സിഗ്മ 0 എന്ന് പറയുന്നത്. ബേസിക്കലി അത് ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ്. ലാർജ് സാമ്പിളിൽ നമ്മൾ സെഡ് ടെസ്റ്റും സ്മോൾ സാമ്പിളിൽ നമ്മളിവിടെ കൈ സ്ക്വയർ ടെസ്റ്റാണ് ചെയ്യണത്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ലാർജ് സാമ്പിളിന് സെഡ് ടെസ്റ്റും സ്മോൾ സാമ്പിളിന് കൈ സ്ക്വയർ ടെസ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പോപ്പുലേഷനും സാമ്പിൾ എസ് ഡിയും അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ. ഓക്കെ, സെഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് എസ് മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. എസ് എന്ന് പറയുന്നത് സാമ്പിൾ എസ് ഡി എന്നാണ്, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, എസ് സി എന്ന് പറയുന്നത് സിഗ്മ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2n. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു n. n എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് എന്നാണ്. ഓക്കെ, സാമ്പിൾ സൈസ് ഇതാണ് ടെസ്റ്റ് ചെയ്യണത്. നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 27. ഓക്കെ, നോക്കി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് the standard deviation of sample of size 50 is 3.5. അതായത് ഒരു സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര ഓഫ് സൈസ് 50 ഈസ് 3.5. അതായത് അവിടെ സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്, n എന്ന് പറയുന്നത് 50 ആണ് പറഞ്ഞിട്ടുണ്ട്. ആ 50 സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്നത് എത്രയാണ്? 3.5 എന്നാണ്. Okay, examine whether the sample was taken from the population with standard deviation 3.2. നമ്മളെടുത്ത് എന്താ നോക്കാൻ പറഞ്ഞേക്കുന്നത്, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആ സാമ്പിൾ എടുത്തേക്കുന്ന സാമ്പിള് അതിൻ്റെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് എറർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.2 ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ പോപ്പുലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, സിഗ്മയും തന്നിട്ടുണ്ട് 3.2. ഓക്കെ, അപ്പം നമുക്ക് നോക്കാൻ പറഞ്ഞേക്കുന്നത് എക്സാമിൻ വെദർ ദ സാമ്പിൾ വാസ് ടേക്കൺ ഫ്രം ദ പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.2. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞത്തെ മുമ്പത്തെ ഒരു ടെസ്റ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാനായിട്ട്. അതായത് മ്യൂ ഈക്വൽ ടു നമ്മൾ ആ വാല്യൂ അവിടെ എഴുതിയിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്, സിഗ്മ ഈക്വൽ ടു 3.2 എന്നാണ് ഇതാ. കാരണം ഇവിടെ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ സാമ്പിൾ എടുത്തേക്കുന്നത് ആ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നിന്നാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.2 ആണോ എന്നാണ്. ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സാമ്പിൾ ഇതിൽ നിന്നാണ് എടുത്തതെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു 3.2. സോ നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സിഗ്മ നോട്ട് ഈക്വൽ ടു 3.2 എന്നാണ്. ഓക്കെ, ഇവിടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്, therefore we apply z ടെസ്റ്റ്. ലാർജ് സാമ്പിളിന് z ടെസ്റ്റ് ആണ്. സോ z ഈസ് ഈക്വൽ ടു എസ് മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. എസ് എന്ന് പറയുന്നത് 3.5 മൈനസ് സിഗ്മ എന്ന് പറയുന്നത് 3.2 ഡിവൈഡ് ബൈ എസ് സി. എസ് സി നമുക്ക് കണ്ടുപിടിക്കണം. എസ് സി ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2n. സിഗ്മ എന്ന് പറയുന്നത് 3.2 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു n എന്ന് പറയുന്നത് 50. സോ 3.2 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 50 എന്ന് പറയുന്നത് 100. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
0.32 എന്നാണ്. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ 0.32. ഇത് നമുക്ക് ഇനി സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.9 എന്നാണ്. ഇതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. നമുക്ക് ഇനി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ നോക്കി, ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 0.1 ആണ്. നമുക്കറിയാം Z ടെസ്റ്റിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്നാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെ തന്നിട്ടുണ്ട് 0.01. അപ്പം നമുക്ക് ടേബിൾ വാല്യൂ നമുക്ക് നോക്കാം. ഇത് നോക്കി, ടേബിൾ വാല്യൂ നോക്കേണ്ടത് ഏത് എടുക്കാം. ഇതിൽ കണ്ട ഡിഗ്രി ഓഫ് ഫ്രീഡമിൻ്റെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ, അവിടെ കണ്ട ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് 2 tail ടെസ്റ്റ് ആണ് വരാം. സോ 2 tail ടെസ്റ്റിൽ 0.01ൻ്റെ താഴെ ഇൻഫിനിറ്റിയിൽ എത്രയാണ് വാല്യൂ വരാം? 2.576 എന്നാണ് വരാം. സോ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.576. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ വലുത്, ടേബിൾ വാല്യൂ ആണോ വലുത്? Of course table value ആണ് greater. So calculated value is less than table value, therefore we accept the null hypothesis. ഈ hypothesis accept ചെയ്യാണ്. ഈ hypothesis accept ചെയ്യാണ് എന്താണ് അർത്ഥം വന്നിരിക്കുന്നത്? That is the sample was taken from the population with standard deviation equal to 3.2. കണ്ടോ? നോക്കിയേ സൊല്യൂഷനിൽ the calculated value of Z is less than table value, therefore we accept the null hypothesis, that is sigma equal to 3.2 ആണ്. So given sample was taken from the population, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം, therefore the sample was taken from the population with standard deviation equal to 3.2 എന്ന്. Next topic, significance of difference between standard deviation of two population. അതായത് രണ്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസിൻ്റെ ടെസ്റ്റിംഗ് ആണ് പറഞ്ഞേക്കേണ്ടത്. അവിടെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷൻ എന്നാണ്. ദാറ്റ് ഈസ് രണ്ട് പോപ്പുലേഷൻ, അതായത് രണ്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1ഉം സിഗ്മ 2ഉം നമ്മൾ അസ്യൂം ചെയ്യാണ് അവർ തമ്മിൽ ഈക്വൽ ആണ് എന്നാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇവിടെയും നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. ഒരെണ്ണം ലാർജ് സാമ്പിൾ ടെസ്റ്റും ഒരെണ്ണം അതുപോലെ തന്നെ സ്മോൾ സാമ്പിൾ ടെസ്റ്റും. ഓക്കെ, ലാർജ് സാമ്പിളിന് നമ്മൾ Z ടെസ്റ്റാണ് ചെയ്യുന്നത്, സ്മോൾ സാമ്പിളിന് നമ്മൾ F ടെസ്റ്റാണ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ അറിയാൻ പറ്റും. ഇവിടെ Z ടെസ്റ്റിൻ്റെ വാല്യൂ ഫോർമുല എന്ന് പറയുന്നത് S1 - S2 ഡിവൈഡ് ബൈ SE. S1 എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, SE കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ഡിവൈഡ് ബൈ 2n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2n1 അല്ല n2 എന്നാണ്. ഈ ഫോർമുല യൂസ് ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുമ്പോൾ, അതായത് ഈ സിഗ്മ വാല്യൂ യൂസ് ചെയ്യുന്നത് പോപ്പുലേഷൻ്റെ വാല്യൂ തന്നിരിക്കുമ്പോൾ. അടുത്ത ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് S1 സ്ക്വയർ ഡിവൈഡ് ബൈ 2n1 പ്ലസ് S2 സ്ക്വയർ ഡിവൈഡ് ബൈ 2n2. ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യണത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുമ്പോഴാണ്. ഓക്കെ, ഇതിന് ബാക്കിയെല്ലാം സെയിം ആണ്. അതായത് SCയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Z നോക്കാം, ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കാം, 1 tail ആണോ 2 tail ടെസ്റ്റ് ആണോ നോക്കാം, അതനുസരിച്ച് ടേബിൾ വാല്യൂ ഒക്കെ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എ സാമ്പിൾ ഓഫ് 60 ഐറ്റം. ഓക്കെ, അതായത് ഒരു സാമ്പിളാണ്, അവിടെ 60 ഐറ്റംസ് ഉണ്ടായി. സോ N വാല്യൂ നമുക്ക് കിട്ടി. N ഈക്വൽ ടു എത്രയാണ്? 60 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 5, അതായത് ആ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S എന്ന് പറയുന്നത് 5 എന്ന് ആയിരുന്നു. ഓക്കെ, അതാണ് ഇത് ആൻഡ് അനദർ സാമ്പിൾ ഓഫ് 80, വേറൊരു സാമ്പിളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് മീൻസ് ഇതെന്താണ്? സാമ്പിൾ 1 S1 എന്നതാണ്. ഓക്കെ, ഇത് സാമ്പിൾ 1ൻ്റെ സൈസ്. അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അനദർ സാമ്പിൾ തന്നിട്ടുണ്ടായി. സോ N2യും തന്നിട്ടുണ്ടായി, ഈക്വൽ ടു എത്ര? 80. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടായി S2 എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു 4.5. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്യാൻ യു അസേർട്ട് ദാറ്റ് ദ 2 samples belong to the same population.
നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ, അതായത് ഈ രണ്ട് സാമ്പിൾസും ഒരേ ഒരു പോപ്പുലേഷനിൽ നിന്നാണ് വന്നേക്കണേ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ എന്താണ് ഹൈപ്പോത്തിസിസ് H0 ഈക്വൽ ടു എന്ന് പറയുന്നത് σ1 ഈക്വൽ ടു σ2 എന്നാണ്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്താണ് വരാ, σ1 നോട്ട് ഈക്വൽ ടു σ2, അതായത് രണ്ട് പോപ്പുലേഷൻസിൻ്റെയും ഈക്വൽ അല്ല എന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, sample size is greater than 30, therefore we apply Z test. Z is equal to S1 minus S2 divided by SE. ഇവിടെ S1 എന്ന് പറയുന്നത് 5 ആണ്, മൈനസ് S2 എന്ന് പറയുന്നത് 4.5 ഡിവൈഡഡ് ബൈ SC നമുക്ക് കണ്ടുപിടിക്കണം. SCയുടെ ഫോർമുല ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഇവിടെ നോക്കി, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല SC കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n1 പ്ലസ് S2 സ്ക്വയർ ഡിവൈഡ് ബൈ 2n2. This is equal to square root of S1 സ്ക്വയർ, അതായത് 5ൻ്റെ സ്ക്വയർ 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു n1, 2 ഇൻറ്റു 60 എന്ന് പറയുന്നത് 120 പ്ലസ് S2 എന്ന് പറയുന്നത് എത്രയാണ് 4.5, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 20.25 എന്നാണ്, ഡിവൈഡ് ബൈ 2 ഇൻറ്റു n2, അതായത് 2 ഇൻറ്റു n2 എത്രയാണ് 80. സോ 2 ഇൻറ്റു 80 ഗിവ്സ് 160. നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം തന്നെ ഡിവിഷൻ നടത്താം. 25 ഡിവൈഡ് ബൈ 120, അതുപോലെ തന്നെ 20.25 ഡിവൈഡ് ബൈ 160. ഒരു വാല്യൂ കിട്ടും, അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. ദാറ്റ് മീൻസ് ഓക്കെ, 25 ഡിവൈഡ് ബൈ 120 നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് വാല്യൂ കിട്ടുന്നത് 25 ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്നത് 0.208 പ്ലസ് 20.25 ഡിവൈഡ് ബൈ 160 എന്ന് പറയുന്നത് 0.126 ആണ്. ഈ രണ്ട് വാല്യൂസും കൂടി ആഡ് ചെയ്യാം. 0.208 പ്ലസ് 0.126 നമുക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 0.334. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5779 ആണ്. ഓർ നമുക്ക് 0.58 കൂടി എഴുതാം. ഓക്കെ, അതാണ് നമ്മളുടെ SE എന്ന് പറഞ്ഞിട്ട്. SEനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 0.58. സോ 5 മൈനസ് 4.5 എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്? 0.5 ഡിവൈഡ് ബൈ 0.58. സോ 0.5 ഡിവൈഡ് ബൈ 0.58 എന്ന് പറയുന്നത് 0.86 ആണ്. ഇതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ Z ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആണ് എടുക്കുക. ഇവിടെ നോക്കി, ഇൻക്രീസോ ഡിക്രീസോ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് 2 tail ടെസ്റ്റ് ആണ്. സോ ഇൻഫിനിറ്റിയുടെ കോളം നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. 2 tail ടെസ്റ്റിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻഫിനിറ്റി വരുമ്പോൾ എത്രയാണ് വരാ? 1.96 ആണ് വരാ. സോ ടേബിൾ വാല്യൂ ഈക്വൽ ടു 1.96. നമുക്ക് നോക്കി, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0.86 ആണ്. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ is less than table value, therefore we accept the null hypothesis. That means there is no significant difference between the two standard deviation ആണ്. അല്ലെങ്കിൽ therefore the two samples belongs to the same population എന്നാണ് വരാം.